അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ബിഗ് ബോസിലെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് 28ാമത്തെ ദിവസം രാത്രി നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറയുന്നത്. രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. ആ സമയത്താണെങ്കിൽ അപ്പോൾ അവരുടെ ഈ കോമൺ എക്സസൈസൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, കുറച്ച് ഒരു ഓപ്പൺ സ്ഥലമാണ്, അത് പുൽമേടെന്നൊക്കെ പറയത്തില്ല, അതുപോലുള്ള ഒരു ഏരിയ. അപ്പോൾ അവിടെയാണ് ശ്രീതു ഇങ്ങനെ ചുമ്മാ കിടക്കുന്നു. അപ്പോൾ അടുത്ത് വന്ന് റസ്മിനും കിടക്കുന്നു. റസ്മിൻ കിടന്നിട്ട് റസ്മിൻ പറയുന്നു, ഞാനൊരു കാര്യം പറയാം നിന്നോട്, ആരോടും പറയില്ല എന്നൊക്കെ പറയുന്നു. ശ്രീതു പറ നീ ഞാൻ ആരോടും പറയത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പം പിന്നെ റസ്മിൻ പറയുന്നത് ശരി ഞാൻ ഒന്നും കൂടെ ആലോചിക്കട്ടെ, അത് പറയണോ വേണ്ടയോ എന്നൊക്കെ. അപ്പം ശ്രീതു പറയുന്ന നീ പറയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളോർക്കും എന്താ ആരുടെയും കാര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള വല്ല ഇവിടത്തെ ഈ ബിഗ് ബോസ് വീടിനകത്തെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ കുറിച്ചൊക്കെ പറയുന്നത്, അപ്പോൾ അതുപോലെ വല്ലതും ആയിരിക്കും ചിലപ്പോൾ വിചാരിച്ച് കാണും കേട്ടോ. നീ നീ ആരോടെങ്കിലും പറയാം, ഇല്ല ആരോടും പറയത്തില്ല എന്നൊക്കെ ശ്രീതു പറഞ്ഞു. ശ്രീതുവിന് എന്താണെന്ന് അറിയാനുള്ള വലിയൊരു ആകാംക്ഷ, അത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ റസ്മിനാണെങ്കിൽ ശരി ഞാൻ ഒന്നും കൂടെ ആലോചിക്കട്ടെ, അത് പറയണോ വേണ്ടേന്ന്. പിന്നെ ശ്രീതു ഉണ്ടോ വിടുന്നു, നീ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കി ശരി നീ ആരോടും പറയല്ലെന്നും പറഞ്ഞിട്ടെ ഈ റസ്മിനാണെങ്കിൽ പറയുന്നു എനിക്കാണെങ്കിൽ നിന്നോട് ഭയങ്കര ക്രഷാന്ന് പറയും. അപ്പോഴത്തേക്കിന് ശ്രീതു ചാടി ഇത് പറയുമ്പോൾ ഇങ്ങനെ ശ്രീതു അങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ലേഡീസ് ചുമ്മാ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ കൈയിട്ട് കെട്ടിപ്പിടിക്കത്തില്ലേ, ഒരു കൈയൊക്കെ ഇട്ട് അതേമാതിരി അങ്ങനെ ആയിരുന്നവർ ചുമ്മാ അവിടെ കിടന്നുകൊണ്ടിരുന്നത്. ഈ ചൂടൊക്കെ അല്ലേ, ഒരു രസമായിരിക്കും, രാത്രി സമയമല്ലേ. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ, ലൈറ്റൊക്കെ സീറോ ബൾബിൻ്റെ ലൈറ്റും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ നല്ല വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അന്നേരം ഉടനെ ഈ ക്രഷ് എനിക്ക് നിന്നോട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വേറെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ഒരുമാതിരി അവരുടെ ഭാഷയിൽ ചെറുതായിട്ട്, അത് ഈ അടക്കം പറയുന്ന പോലെ കുറച്ച് സൗണ്ട് കുറച്ചാണേ. അപ്പം നമ്മൾക്കത് ശരിക്കും വ്യക്തമാവുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് റസ്മിനാണെങ്കിൽ ശ്രീതുവിൻ്റെ മേലെ കുറച്ച് ക്രഷുണ്ട്, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ വന്നിട്ട് ശ്രീതു ചാടി എണീറ്റ് നോക്കി, റസ്മിനെ നോക്കിയിട്ട് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത്. അതിനുശേഷം പിന്നെ രണ്ടുപേരും ഭയങ്കര ശരിയായിരുന്നു. ശ്രീതു അപ്പം തന്നെ എഴുന്നേറ്റ് പോയി, നീ ആരോടും പറയല്ല എന്നൊക്കെ പറഞ്ഞു. ഇല്ല ആരോടും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശ്രീതു പോയി ഒരു കപ്പ് വെള്ളം എടുത്ത് അങ്ങനെ പോയി അവിടെ മാറിയിരുന്നു. അപ്പം ആ കോമൺ ഏരിയയാണേ, കുറേ പേരൊക്കെ ഉറങ്ങുന്നുണ്ടാവും, പക്ഷേ കുറേ പേരൊന്നും ഉറങ്ങുന്നില്ല. അവിടെ ആണെങ്കിൽ മിക്കവാറും നമ്മുടെ ജിൻഡോയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉറക്കവേ ഇല്ല. ആദ്യം വന്ന സമയത്താണെങ്കിൽ ജിൻഡോ എവിടെ കണ്ടാലും അവിടെ കിടന്നങ്ങ് ഉറങ്ങുന്ന ആളായിരുന്നു. ഇപ്പോൾ ജിൻഡോയ്ക്ക് ഉറക്കമില്ല. ജിൻഡോ രാത്രി സമയങ്ങളിലെ പല കാര്യങ്ങളും കിട്ടാത്ത കാര്യങ്ങൾ ചാവി അതൊക്കെ തേടിയെടുക്കാൻ ഇങ്ങനെ ഉറക്കം ഒഴിച്ച് ഇങ്ങനെ നടക്കുന്നത്. അപ്പം പിന്നെ ആണെങ്കിൽ വേറെ 1-2 പേരൊക്കെ ഉറങ്ങാതെ വെളുപ്പംകാലം വരെയൊക്കെ ഇരിക്കുമല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പം പലരും ഉറങ്ങിയൊക്കെ അതിനകത്തുണ്ട്. ആ സമയത്ത് ശ്രീതു ആണെങ്കിൽ ഇത് കേട്ടതിന് ശേഷം ഒരു കപ്പിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് പോയി ഇരുന്ന് അവിടെ തനിയായിരുന്നു ചെയറിലിരുന്ന് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റസ്മിനെ. അപ്പം റസ്മിനാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഇത് പറഞ്ഞ ശേഷം ബെഡ്റൂമിൽ പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീതു എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഈ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ പോയി ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പോയി വെള്ളം എടുത്ത് അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മോഹമാണെങ്കിൽ ഒരു വല്ലാതിരിക്കുന്നുണ്ട്, ശ്രീതുവിൻ്റെ അത്ര ഒരു പ്രസന്നമായിട്ടില്ല. അപ്പോൾ പിന്നെ ആണെങ്കിൽ റസ്മിനാണെങ്കിൽ കിടക്കാൻ ബെഡ്റൂമിൽ പോയിട്ട് ബെഡൊക്കെ റെഡിയാക്കി കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ അതാ രാത്രിയിലത്തെ നമ്മളെ കാണിച്ചത് 28ാം തീയതി രാത്രിയിലത്തെ കാര്യമാണ് പറയുന്നത്, 28ാമത്തെ ദിവസം രാത്രിയിൽ. പിന്നെയാണെങ്കിൽ രാവിലെ 8 മണിക്കുള്ള അവരുടെ എക്സസൈസ് ഏതാണെന്ന് വെച്ചാൽ സോന സോന നീ 1-ാം നമ്പർ, അടിമുടി വടി വഴകിൽ 1-ാം നമ്പർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഏത് പാട്ടാണ് മനസ്സിലാകാൻ വേണ്ടി 2 പേര് പറഞ്ഞതാണ്. അപ്പോൾ ആ പാട്ടായിരുന്നു, സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ. രാവിലെ ഈ മോർണിംഗ് എക്സസൈസിനൊക്കെ പറ്റിയ പാട്ട്, എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അത് പിന്നെ ആ പാട്ട് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്.
ഈ പാട്ടിന് ശേഷം പിന്നെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം ഓരോരോ ഏരിയകളിൽ പോയി. ശ്രീരേഖയാണെങ്കിൽ ഇപ്പോൾ യമുന പോയതിന് ശേഷം ഫുൾ ടൈം കിച്ചണിലെ പരിപാടികളൊക്കെ ശ്രീരേഖയാണ് നോക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. യമുനയുള്ള സമയത്ത് ശ്രീരേഖ യമുനയെ വന്ന് മാറിയും തിരിഞ്ഞ് അവരെല്ലാം ആദ്യമൊക്കെ നല്ല ഫ്രണ്ട്സായിരുന്നു. ലാസ്റ്റ് സമയത്തൊക്കെ അവർ തമ്മിലൊക്കെ ഒരസലൊക്കെ ആയി, അത്ര ചേർച്ചയില്ലാതൊക്കെ ആയായിരുന്നു. തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ യമുനയെ ശ്രീരേഖയ്ക്ക് അത്ര താല്പര്യമില്ലാത്ത പോലെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഒരു മുഷിഞ്ഞ മാതിരി പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ആണെങ്കിൽ ശ്രീരേഖ ഫുൾ ടൈം കിച്ചണിലപ്പം ഇന്ന് എന്താണ്ട് പാചകം ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ നോറ അടുത്ത് പോയി. അപ്പോൾ തലേ ദിവസത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന കാര്യങ്ങളിനെ കുറിച്ച് ഈ അമർഷങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഇതുണ്ടല്ലോ പരസ്പരമൊക്കെ. അങ്ങനെ പാടില്ലായിരുന്നു, അത് ശരിയല്ലായിരുന്നു, ഇത് ശരിയല്ലായിരുന്നു, ഇങ്ങനത്തെ സംസാരം അവർ രണ്ടുപേർക്കുള്ളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അതേ സമയം തന്നെ വേറൊരുത്ത് ശരണ്യയും ശ്രീത്തും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ്. തലേ ദിവസം ലാലേട്ടൻ വന്നായിരുന്നു. ലാലേട്ടൻ വരുമ്പോൾ എന്തൊക്കെ ഇവർക്ക് കൊടുത്ത പണിഷ്മെൻറ്റ്, ഇവരെയൊക്കെ ഫയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഉള്ള ഒരു സംസാരങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പം ഒരു പാട്ട് കേട്ടു. അപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു പ്രത്യേകതരം പാട്ട് വരുവാണെങ്കിൽ ആരോ ഗസ്റ്റ് വരുന്ന അർത്ഥം. അത് എപ്പോഴും ഇല്ലല്ലോ, അതിനകത്ത് ആരും ഗസ്റ്റ് അങ്ങനെ വരത്തില്ല. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പാട്ട് കേട്ടാൽ ഗസ്റ്റ് വരുന്ന അർത്ഥം. പിന്നെ അതല്ലാതെ തന്നെ തലേ ദിവസം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു 5-6 പേര് വന്നിട്ട് നാളെ വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ കണ്ടസ്റ്റൻസൊക്കെ വരുക. അപ്പോൾ ഇവർക്കത് മനസ്സിലായി. ഇവരെല്ലാം ഓടിച്ചെന്ന് വലിയ ഉത്സാഹത്തോടെയാണ് ചെന്ന് എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ നിന്നു. അത് ഈ ഡോറ് അങ്ങനെ തുറക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസ് വിചാരിച്ചാലല്ലേ തുറക്കാൻ പറ്റുമോ. അങ്ങനെ തുറന്ന് ആദ്യം വന്ന നന്ദന വന്നു. എല്ലാവരും വളരെ സന്തോഷമായിട്ട് നന്ദനെ ആലിംഗനമൊക്കെ ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ എന്നിട്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ട്, ആ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇന്ന് മാത്രമേ ഉള്ളൂ ഈ സന്തോഷമൊക്കെ ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ തൊട്ട് ഇവർ കോമ്പറ്റേറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഒരു 11 മണിക്കാണ് ഈ നന്ദന വന്നത്. അതിനുശേഷം പിന്നെ ഒരു 12 മണിയായി. നോക്കുമ്പോൾ അടുത്ത പാട്ട് ഇതുപോലെ വന്നു. അപ്പോഴും ഇവരെല്ലാം കൂടെ ഓടിച്ചെന്നപ്പോഴത്തേന് പിന്നെ വരുന്ന ഈ അഭിഷേകന്മാർ 2 പേര്, 2 അഭിഷേക് ഉണ്ടല്ലോ, അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും 2 പേരുണ്ട്. അപ്പോൾ ഈ 2 പേരും കൂടെ ഒന്നിച്ച് കയറിയെന്ന് ഇവർ ഇതേപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ആലിംഗനം ചെയ്തു. ഓരോരുത്തരെ ഐഡൻറ്റിഫൈ എങ്ങനെയൊക്കെ പരസ്പരം അറിയാമെന്നുള്ള അതൊക്കെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു. നല്ലൊരു കൂടിക്കാഴ്ചയായിരുന്നു. അവരെയൊക്കെ കാണുമ്പോൾ ഒരു രസമായിരുന്നു. അവരും ആ സമയത്തും പറയുന്നുണ്ട്, ഇന്ന് മാത്രമേ ഉള്ളൂ ഈ സന്തോഷമൊക്കെ, നാളെ തൊട്ട് എല്ലാവരും തമ്മിൽ വന്നിട്ട് ഇതുമാതിരി അല്ലല്ലോ, പരസ്പരം എല്ലാവരും മത്സരാർത്ഥികളാണല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ആണെന്നുള്ള രീതിയിൽ തന്നെ ഇവർ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അത് നല്ല രസമായിരുന്നു. ഇവർ വന്നിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ഓരോരോ ചെറിയ കാര്യങ്ങളിൽ. നന്ദനയാണെങ്കിൽ വന്നപ്പോൾ തന്നെ നന്ദന പറഞ്ഞത് ഉപ്പില്ലാത്ത തക്കാളിക്കറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വന്നേ. ഉപ്പില്ലായിരുന്നു ഒരു ദിവസം. നന്ദന അതെടുത്ത് പറയുന്നുണ്ട് അവിടെ. 2 അഭിഷേകം വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇതേമാതിരി ഒരു മ്യൂസിക്കിൻ്റെ ഒരു സൗണ്ടൊക്കെ വന്നു. ആ സമയത്ത് നോക്കുമ്പം ഇവരെല്ലാം ഇതേമാതിരി ഓടിപ്പോയി അവിടെ നിന്ന് ഇവരെ എതിരേൽക്കാനായിട്ട്. അപ്പോൾ നോക്കുമ്പം സിബിൻ, സായി കൃഷ്ണ, പൂജ ഇവർ 3 പേരും കൂടെയാണ് ഒന്നിച്ച് കയറി വന്നു. അപ്പോൾ പിന്നെ അവരെ ഇതുപോലെ എല്ലാവരും സന്തോഷമായിട്ട് സ്വീകരിച്ചു. വന്ന ഉടൻ തന്നെ സായി ആണെങ്കിൽ ജാനുമണിയെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട്, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ അല്ല വന്നേ കേട്ടോ എന്ന് പറയുന്ന ഈ ജാനുമണിയാണെങ്കിൽ നോറയോടുള്ള വഴക്കിൽ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിലാണ് ഫ്ലൈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് ജാനുമണിക്ക് വന്നപ്പോൾ തന്നെ. അങ്ങനെ പിന്നെ പൂജയാണെങ്കിലും ഇവർക്ക് കുറേ പേർക്കൊക്കെ അറിയാം. പൂജ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ഒരു കുറച്ച് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റീസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഭയങ്കര ഫേമസ് ആയ ഒരാളാണ്. അപ്പോൾ പൂജയെ കുറേ പേർക്കെല്ലാം അറിയാം. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പൂജ. അപ്പോൾ അങ്ങനെ വന്നു. അങ്ങനെ ഒരു ചെറിയ കമൻ്റൊക്കെ അവർ വെളിയിൽ നിന്ന് കണ്ടതല്ലേ, കുറച്ച് കമൻ്റൊക്കെ ചെറുതായിട്ടൊക്കെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ 1-2 പേർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ.
പിന്നെ അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എല്ലാവരെയും മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടി ബിഗ് ബോസ്. അപ്പോൾ എല്ലാവരെയും ഇത്രയും ഈ 6 പേരൊക്കെ പറഞ്ഞ് ഇവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, പുതിയതായിട്ട് വന്നവരും അവിടെ ഉള്ളവരും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആണെങ്കിൽ ബിഗ് ബോസ് ആണ് ഈ ക്യാപ്റ്റനായ ജാസ്മിനാണല്ലോ ഈ പ്രാവശ്യം ക്യാപ്റ്റൻ. അപ്പോൾ ക്യാപ്റ്റനായ ജാസ്മിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്താണ് അവിടുത്തെ ആ വ്യവസ്ഥകളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം വന്ന് ക്യാപ്റ്റൻ ആണെങ്കിൽ ഇനിയിപ്പം ടീമിനെയൊക്കെ തിരിക്കണം. അപ്പോൾ പഴയ ആൾക്കാരും പുതിയതായിട്ട് വന്നവരും എല്ലാവരുമായിട്ടൊക്കെ ടീമിനെ തിരിക്കണം. കിച്ചണിലേക്കൊരു ടീം, പിന്നെ ഫ്ലോർ ക്ലീനിങ്ങിന്, പിന്നെ ബാത്റൂം ക്ലീനിങ്ങിന് ഒരു ടീം, അങ്ങനെ ഉള്ള 3 ടീമിനെ എടുക്കണം. പിന്നെ അതിലുപരി പവർ ടീമിനെ തനിയെ എടുക്കണം. അങ്ങനെ 4 ടീമിനെ തിരിക്കണം. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പം തന്നെ ടീമിനെ തിരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ പവർ ടീമിനെ സെലക്ട് ചെയ്യാൻ ഫസ്റ്റ് തന്നെ ജാസ്മിൻ ഗബ്രിയെ ഉടൻ തന്നെ വിളിച്ചു. ഗബ്രി വരാൻ പറഞ്ഞു. ഗബ്രി, പിന്നെ അർജുൻ, അപ്സര, റസ്മിൻ, ഇവർ ഇത്രയും പേര് പവർ ടീമിൽ എടുത്തിട്ടുണ്ട്. നേരത്തെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പവർ ടീമിൽ തന്നെയാണ് ഈ ക്യാപ്റ്റനും രാത്രി കിടന്നുറങ്ങുന്നത്. ക്യാപ്റ്റൻ്റെ ബെഡും പവർ ടീമിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതാ ഒരു പ്രശ്നമാകുന്നത്. ഇപ്പോൾ അറിയുന്നില്ല സംഗതി എന്താണെന്ന്. പവർ ടീമിനെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ കിച്ചൺ ടീമിനെ സെലക്ട് ചെയ്തു. അതിന് ശേഷം പിന്നെ വന്നിട്ട് കിച്ചൺ ടീം ഹർഷിയുടെ ടീമായി ഈ പ്രാവശ്യം. പിന്നാണെങ്കിൽ അതിനുശേഷം ഫ്ലോർ ടീം, അതാണ് ഈ ജിൻഡോയുടെ ടീം. പിന്നെ അതിനുശേഷം പിന്നെ ബാത്റൂം ടീം ഈ ശ്രീരേഖ, ഇപ്പം ഈ കിച്ചണിലോ ഇതുവരെ ഉണ്ടായിരുന്ന ശ്രീരേഖ ഇപ്പം ബാത്റൂം ടീമിലേക്കാക്കി. അപ്പോൾ അങ്ങനെ ജാസ്മിൻ ടീമെല്ലാം തിരിച്ചു കഴിഞ്ഞു. ബിഗ് ബോസിനോട് പറഞ്ഞു ടീമെല്ലാം തിരിച്ചെന്നുള്ളത്. അപ്പോഴത്തേക്കിന് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ഇന്നു മുതൽ പവർ ടീമിൻ്റെ കൂടെ ക്യാപ്റ്റൻ അവിടെ കിടന്നുറങ്ങാനോ അങ്ങനെയുള്ള സൗകര്യമൊന്നുമില്ല. ഈ ക്യാപ്റ്റൻ വേറെയാണ് കിടന്നുറങ്ങേണ്ടത്. അപ്പം പവർ ടീമിലേക്കാണ് ഈ ഗബ്രി ആക്കിയേക്കുന്നത്. ഈ പവർ ടീമിൻ്റെ കൂടെ നിർത്തിവെച്ചു ക്യാപ്റ്റൻ. ഈ പ്രാവശ്യം തൊട്ട് അത് ഒഴിവാക്കി, ബിഗ് ബോസ് ഒഴിവാക്കി കൊടുത്തു. അത് കാരണം ഇപ്പം പവർ ടീമിലുള്ള ഇവർ 4 പേരും, അപ്സര, ഗബ്രി, അർജുൻ, റസ്മിൻ, ഇവർ പവർ റൂമിലും ക്യാപ്റ്റൻ വന്നിട്ട് വേറെ റൂമിലും ഇപ്പം ഇനി തങ്ങുന്നത്. ഇതാണ് എല്ലാവർക്കും ഭയങ്കര ഒരു ചിരിയായിരുന്നു. അവിടെ വന്നവർക്കും നിന്നവർക്കും എല്ലാം ഭയങ്കര ഒരു ചിരിയായിരുന്നു, അക്കടി പറ്റിയ മാതിരി. അപ്പം അതിനുശേഷം പിന്നെ ഈ പ്രാവശ്യം തൊട്ടാണെങ്കിൽ ക്യാപ്റ്റൻ വന്നിട്ട് കയ്യിലൊരു ബാഡ്ജ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ക്യാപ്റ്റൻ, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാപ്റ്റൻ ജാനുമണി ആയിരുന്നു. അപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ കയ്യിൽ അത് ബാഡ്ജ് കെട്ടിക്കൊടുക്കുന്നു. പിന്നെ പവർ ടീം മെമ്പേഴ്സിന് ഒരു ബാഡ്ജുണ്ട്, അതിങ്ങനെ കുത്തി കൊടുക്കുന്നു, ഡ്രസ്സിൽ കുത്തുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ വൈകിട്ടായി കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരുമൊക്കെ ഒരിടത്ത് ഇങ്ങനെ കൂടിയൊക്കെ നിൽക്കുക, ഇവരിൽ പലരും. അപ്പം നമ്മുടെ 2 അഭിഷേകവും അവിടെ ഉണ്ട്. അപ്പം പൂജയാണെന്ന് തോന്നുന്നു, പുതിയതായിട്ട് വന്നല്ലോ, പൂജയാണെന്ന് തോന്നുന്നു പറയുന്നത്. നിങ്ങൾ ഈ 2 അഭിഷേകമൊക്കെ ആയതുകൊണ്ട് പൂജയാണോ അതോ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. പൂജയാണെന്ന് തന്നെയാണ് ഓർക്കുന്നത്. ഈ 2 അഭിഷേക ആയതുകൊണ്ട് ഞങ്ങൾക്കത് ഈ പ്രാവശ്യമാണ് ഈ ഒരു പേരിൽ 2 പേര് വന്നേക്കുന്നത്. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നെന്നുള്ള എന്ന് പറഞ്ഞപ്പം പൂജ തന്നെ ചോദിച്ചു, അഭിഷേക് ഇത് വന്ന് എന്ന് പറഞ്ഞു. അതിൻ്റെ പേര് അഭിഷേക് ജയദീപ് എന്നാണ്. അപ്പോൾ കെ നിൻഷലുണ്ടെന്ന് തോന്നുന്നു, അത് കാരണം അഭിഷേക് കെ എന്നുള്ളത് വെച്ചു. ഇപ്പോൾ ഈ അഭിഷേകിന് അഭിഷേക് ശ്രീകുമാർ, അപ്പോൾ അഭിഷേക് എസ് എന്ന ഈ അഭിഷേകന്മാർ 2 പേരും കൂടെ എന്താണ് ഈ അഭിഷേക് കെ എന്നുള്ളതിനെ വേറൊരു ഡബിൾ മീനിങ് ആണ് ഈ അഭിഷേക് എസ് പറഞ്ഞു. ഇത് എന്താണ് അന്നേരം നമുക്ക് മനസ്സിലാകുന്നത്. എനിക്കൊക്കെ പലർക്കും വേറെ എന്തായാലും ഒക്കെ അറിയാവോ ആ സമയത്തൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊക്കെ അറിയാവുന്ന ഇവർ 2 പേരും വെളിയിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് മീൻസ് അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇവർ 2 പേരും. അപ്പോൾ അവരായി ഇപ്പോൾ ഒന്നിച്ചിവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഈ അഭിഷേക് കെ എന്നുള്ളതിന് ഈ അഭിഷേക് എസ് ഒരു ഡബിൾ മീനിങ് വെച്ചൊരു വേർഡ് പറഞ്ഞപ്പോഴത്തേക്കിന് തന്നെ ഈ അഭിഷേക് കെ പറയുന്നു, അതായത് അഭിഷേക് ജയദീപ് പറയുന്നു, വന്നപ്പോൾ തന്നെ തുടങ്ങി അല്ലേ, വന്നപ്പോൾ തന്നെ ഇറക്കാൻ തുടങ്ങിയേക്കുന്നു, എന്നാൽ ശരി എന്നാൽ അങ്ങനെയുള്ള ഇതിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഇവരിലും നിറയെ പേരും വന്നേക്കുന്നത്.
അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വേറെ കിച്ചണിൻ്റെ ആ സൈഡിൽ പോയി നിൽക്കുമ്പം പിന്നെ ഈ അഭിഷേക് ജാനുമണിയായിട്ട് സംസാരിച്ച് ചെറിയ തർക്കം, അതൊരു ചെറിയൊരു ഫൈറ്റിലേക്കൊക്കെ പോയി. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ജാനുമണി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമല്ലേ, ഇവർ രണ്ടുപേരും കൊണ്ട് വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ജാനുമണിയാണ് ഏതോ പറഞ്ഞപ്പോഴത്തേക്കിനാണ് ഈ അഭിഷേക് പറഞ്ഞു എനിക്ക് ഈ ഏലിയൻസ് ഭാഷ മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ജാനുമണി ഏലിയൻസ് ഭാഷ ആരിവിടെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയുന്നത് അങ്ങനത്തെ. അപ്പം ഞാനെന്ത് ഏലിയനാണോ എന്നും പറഞ്ഞുകൊണ്ട് ജാനുമണിയത് നിങ്ങൾ അപ്പോഴത്തേക്കിന് മറ്റു കൂടി നിന്നവരുണ്ടല്ലോ, നേരത്തെ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവരും എല്ലാം അങ്ങനെ പഴയ മെമ്പേഴ്സും പുതിയ മെമ്പേഴ്സും എല്ലാം, അത് പലർക്കും ഈ ഒരു ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോഴത്തേനും അവരൊക്കെ അതെന്താ അങ്ങനെ പറയുന്നത്, അപ്പോൾ എന്തോ ജാൻമണി എന്തോ ഏലിയനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ ഏലിയൻ എന്ന് പറഞ്ഞില്ല, അവരുടെ ഏലിയൻസ് ഭാഷ മാതിരി അതെനിക്ക് മനസ്സിലാവത്തില്ല എന്നാണ് പറഞ്ഞു. അപ്പോഴത്തേനും ജാനുമണി പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ. ജാനുമണി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇതായി. അപ്പോൾ പലരുമേ വന്നിട്ട് ഈ ശ്രീകുമാർ ഈ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത് ആർക്കും അത്ര അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അത് അങ്ങനെ ഏലിയൻസ് ഭാഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഷയുണ്ടോ, അതായത് എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് തന്നെ കറക്റ്റായിട്ട് ജാസ്മിനാണല്ലോ ക്യാപ്റ്റൻ. ഇപ്പോൾ ജാസ്മിൻ അതിനകത്ത് ഇടപെട്ടു. ജാസ്മിൻ അവിടെ നല്ല ഇതായിട്ടാണ് ജാസ്മിൻ്റെ ആ ക്യാപ്റ്റൻഷിപ്പ് അവിടെ പ്രദർശിപ്പിച്ചത്. എനിക്കത് നല്ലൊരു ഇതായിട്ട് തോന്നി. അതായത് ആ സമയത്ത് അതിനകത്ത് ഇടപെട്ടിട്ട് ശ്രീകുമാറിനോട് ഈ ജാനുമണിക്ക് സപ്പോർട്ടായിട്ട് ആ ഏലിയൻസ് ഭാഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഷയുണ്ടോ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ട് അതിൽ ഇടപെട്ടു. ജാനുമണിക്ക് സപ്പോർട്ടായിരുന്നു. നല്ലൊരു ഇതായിരുന്നു ജാസ്മിൻ അവിടെ കാണിച്ചത് ആ സമയത്ത് കേട്ടോ. അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ആരെന്ന് പറഞ്ഞാലും ശരി എന്നുള്ളിടത്ത് ശരിയും തെറ്റെന്നുള്ളിടത്ത് തെറ്റെന്നും തന്നെ പറഞ്ഞാവണം. അതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ എനിക്കത് അഭിഷേക് ശ്രീകുമാറിനത് അത്ര ആ സമയത്ത് പറഞ്ഞ് അവിടെ പ്രശ്നമായില്ല. ജാനുമണി ഭയങ്കരമായിട്ട് അത് ദേഷ്യമായി. പിന്നെ അത് ഒരു വിധത്തിൽ എല്ലാവരും കൂടെ അതിനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം പിന്നെ ജാനുമണിയും ജാസ്മിനും തനിയെ സംസാരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ പറയും, ജാസ്മിൻ ഇപ്പോൾ ക്യാപ്റ്റനാണല്ലോ, അപ്പോൾ ജാസ്മിൻ ഏതൊരു കാര്യത്തിൽ ഇടപെടാൻ പറ്റും. ജാസ്മിൻ്റെ കഴിവ് തെളിയിക്കേണ്ട ഒരു സന്ദർഭമാണല്ലോ അത്. അപ്പം ജാസ്മിനാണ് ജാനുമണിക്ക് അതിൽ കുറച്ച് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ജാനുമണിയെ തനിയെ പിടിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇവർ ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇതൊക്കെ നേരത്തെ അറിയാമല്ലോ, അവരപ്പോൾ ഇങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയും, നമ്മൾ പ്രൊവോക്കേറ്റ് ആകാതിരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ജാനുമണിക്ക് അഡ്വൈസ് കൊടുത്ത് ജാനുമണിയെ ഒന്ന് തണുപ്പിക്കുന്നുണ്ട് ആ കോപത്തിനെയൊക്കെ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കാണുന്നത് കിച്ചൻ്റെ ആ ഏരിയയാണ്. അവിടെയാണെങ്കിൽ ജിൻഡോയും നന്ദനയും കൂടെ ചൂല് വെച്ച് തൂത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നന്ദന അതിന് കുറച്ച് സമയം മുമ്പേ പറഞ്ഞിരുന്നു മുടി കെട്ടിയിട്ട് കിച്ചണിലേക്ക് പോകാവുള്ളൂ. കൂടുതൽ ലേഡീസ് മുടി ചുമ്മാ അഴിച്ചിട്ടിട്ടാണ് കിച്ചണിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതായാലും അവിടെ എല്ലാം നടക്കുന്നത് കൂടുതൽ പേരും മുടി അഴിച്ചിട്ടാണ്. പിന്നെ എക്സ്പെഷ്യലി കിച്ചണിൽ വന്നിട്ട് മുടി കെട്ടി വെക്കുന്നത് നല്ലതാണല്ലോ സ്ത്രീകൾ പൊതുവെ. അപ്പോൾ എല്ലാവരും എപ്പോൾ നോക്കിയാലും നിറയെ പേര് മുടി അഴിച്ചിട്ടിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം കൂടുതൽ പേർക്കും അവിടെ മുടിയൊക്കെ ഭക്ഷണത്തിൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നന്ദന എന്ത് ചെയ്തെന്നാൽ ഈ കിച്ചണിൽ ആഹാരം ഉണ്ടാക്കുന്നവർ മുടി കെട്ടിവെക്കണം, ലേഡീസ് മുടി അഴിച്ചിടാൻ പാടില്ല, കെട്ടിവെക്കണമെന്ന് പറഞ്ഞിരുന്നു. പുതുതായിട്ട് വന്ന പൂജയാണെങ്കിൽ അതിൻ്റെ പേരിൽ തർക്കിച്ചു മുടി കെട്ടുന്നതിൻ്റെ പേരിൽ. അപ്പം നന്ദനയും പൂജയും കൂടെ അവിടെ ഒരു ഫൈറ്റ് അങ്ങ് നടന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതുവരെയും ഈ ജാസ്മിനാണെങ്കിൽ നിറയെ മുടിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മുടി, നല്ല രസമാണ് കാണാൻ. അപ്പം ഈ ജാസ്മിനാണെങ്കിൽ എപ്പോഴും മുടി അഴിച്ചിട്ടുകൊണ്ട് നടക്കുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഈ പ്രശ്നം നടക്കുന്ന സമയം ആദ്യമായിട്ട് ഈ ജാസ്മിൻ ഇങ്ങനെ മുടി കെട്ടി വെച്ചിട്ട് അവിടെ കാണാൻ കഴിഞ്ഞാൽ അതാണെങ്കിൽ വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പറയുന്നത്. പിന്നെ ഈ പൂജയും നന്ദനയും കൂടെ, നന്ദന മുടി കെട്ടിയാണ് വെച്ചേക്കുന്നത്, പൂജയും നന്ദനയും കൂടി ഇതിൻ്റെ പേരിൽ നല്ലൊരു ഫൈറ്റ് അവിടെ നടന്നു, മുടി കെട്ടിവെക്കുന്നതിൻ്റെ പേരിൽ. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇപ്പം ഈ ഈ ആഴ്ചത്തെ നോമിനേഷൻ്റെ കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിപ്പുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഈ നോമിനേഷൻ എന്താണെന്ന് വെച്ചാൽ
എല്ലാവരും ഇന്നത്തെ മെയിൻ അവിടുത്തെ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ കറുത്ത ചായം കലക്കിയ ഒരു ബൗളിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്രഷും ഉണ്ട്. അപ്പം ആരെയാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത്? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് ഏതെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളവരെയാണല്ലോ നോമിനേറ്റ് ചെയ്യുന്നത്. ഒരാൾക്ക് 2 പേരെ നോമിനേറ്റ് ചെയ്യാമല്ലോ. അപ്പം നോമിനേറ്റ് ചെയ്യുന്ന ആളുടെ മുഖത്ത് ചായം തേക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പലരും എന്താണ് മുഖത്ത് ചായം തേക്കാൻ സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ സമ്മതിക്കുന്നുണ്ട്. കുറേ പേര് 1-2 പേരെ. ജാൻമണി ഒട്ടും സമ്മതിക്കുന്നില്ല. ജാൻമണി മുഖത്ത് ആരെ കൊണ്ടും ചായം തേക്കാനും സമ്മതിച്ചില്ല. കൈത്തണ്ടയിലാണ് അവരെ കൈ കാണിച്ചു കൊടുത്തത്. പിന്നെ മുഖത്ത് തന്നെ നന്നായിട്ട് ചായം തേച്ചവരും ഉണ്ട് അങ്ങനെ. അപ്പം ജാൻമണി എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ജാൻമണിയെ നോമിനേറ്റ് ചെയ്തു. പിന്നെ നോറയുടെ ആ ഇഷ്യൂ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പേര് നോറ നോമിനേറ്റ് ചെയ്തു, ജാൻമണി നോറയെ നോമിനേറ്റ് ചെയ്തു, അർജുൻ ജാൻമണിയെ നോമിനേറ്റ് ചെയ്തു. ജാൻമണിയുടെ കാര്യത്തിൽ എന്താണെന്ന് അവർക്കാണെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നൊരു ഹുങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ജാൻമണിയുടെ പേര് കുറേ കാര്യങ്ങളുണ്ട്. പ്രാകുന്നെന്നുള്ളതുണ്ട്. അങ്ങനെ കുറേ പിന്നെ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇപ്പം പുതിയതായിട്ട് വന്ന പുതിയതായിട്ട് വന്ന അഭിഷേക് ശ്രീകുമാറിനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയിട്ടുള്ളത്. അത് മെയിൻ കാരണം എന്താണെന്ന് അഭിഷേക് ജയദീപിനെ വന്നിട്ട് വന്നോടൻ തന്നെ ആ ഒരു വാക്ക് ഇൻഷലിൻ്റെ കെ എന്നുള്ളതിൽ ഒരു ബാഡായിട്ടുള്ള ഒരു സംസാരം വന്നു. അതിൻ്റെ പേരിലാണ് അത് ഒത്തിരി പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ശ്രീകുമാറിന് ഇപ്പോൾ ഇത്രയും നോമിനേഷൻ വന്ന ഉടൻ തന്നെ കിട്ടിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അത് ശരിയല്ലായിരുന്നു. വന്നപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞ് ശരിയല്ലായിരുന്നു പറയുന്നു. നമ്മൾ ജാസ്മിൻ തന്നെ അത് ശരിയല്ലാത്തതുകൊണ്ട് ജാസ്മിനാണല്ലോ ഇപ്പോൾ ക്യാപ്റ്റന്. അപ്പോൾ ജാസ്മിനും അത് പറഞ്ഞു അത് ശരിയല്ലായിരുന്നു. വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ശ്രീകുമാറിന് എപ്പോഴും അങ്ങനെ വരുന്നത് കേട്ടോ. രണ്ട് അഭിഷേക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അഭിഷേക് ശ്രീകുമാറിന് ഇങ്ങനെ ചായം തേച്ചു നോമിനേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ജാസ്മിൻ ആണെങ്കിൽ സായിയാണ് പിന്നെ നോമിനേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ഇപ്പം ആര് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാരണം അവിടെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പം അവരൊക്കെ വ്യക്തമായ കാരണങ്ങളൊക്കെ പറഞ്ഞു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾക്കത് കാണാൻ തന്നെ. പിന്നാണെങ്കിൽ ഈ ജാൻമണി ഇങ്ങനെ മുഖത്ത് ചായം തേപ്പിച്ചില്ലല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അർജുനാണെങ്കിൽ ജാൻമണിയെ ചായം തേക്കി ഇത് നോമിനേറ്റ് ചെയ്യാൻ വരുമ്പോൾ ചായം തേക്കാൻ പ്രേക്ഷകനെ കൊണ്ടുപോകുമ്പോൾ ജാൻമണി നോ എന്ന് പറയുന്നുണ്ട്. അവരുടെ ഫേസിൽ ചായം തേക്കാൻ പാടില്ല എന്ന്. അപ്പം എന്താണെന്ന് അറിയത്തില്ല. സായി ജാൻമണിയാണ് നോമിനേറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാകുന്നു എന്നൊക്കെ ഉള്ള ഒരിതാണ് സായി പറയുന്നത്. അപ്പോൾ ആണെങ്കിൽ പിന്നെ അപ്പം സായി പറഞ്ഞു ഇല്ല മുഖത്ത് തേക്കണം. ജാൻമണി പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ മുഖത്ത് തേക്കാൻ പറ്റത്തില്ലെന്ന്. സായി പറഞ്ഞു ഇല്ല മുഖത്ത് തേക്കണം, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ഇതിൽ ചായം തേക്കുക എന്നുള്ളതാണല്ലോ. അപ്പം 2 പേരോട് തർക്കമായി. ബിഗ് ബോസ് വീടിനകത്തുള്ള എല്ലാവരും ഇതിൽ ഇടപെട്ടു. അവരവർ അഭിപ്രായം പറഞ്ഞു. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ തേക്കാൻ പാടില്ല. അവർ പറഞ്ഞു കൈത്തണ്ടി തേക്കാൻ പറഞ്ഞു. അവരുടെ മുഖത്ത് തേക്കാൻ പാടില്ല. അവരാരെക്കൊണ്ടും മുഖത്ത് തേപ്പിച്ചിട്ടില്ല. അപ്പോൾ വന്നിട്ട് കറുത്ത ചായ എനിക്കിത് കറുത്ത ചായയാണോ അതോ നമ്മൾ ഒക്കെ സാധാരണ പണ്ടൊക്കെ പറയത്തില്ലേ ഈ കരിയോയിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്ന കരിയോയിൽ പോലെ എനിക്കത് കാണാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ സമ്മതിച്ചില്ല. അങ്ങനെ കുറേ സമയമെടുത്തു. വീട്ടിനകത്തുള്ള പലരും അതിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുക. ക്യാപ്റ്റനും പറഞ്ഞു അവർക്കിഷ്ടമല്ലെങ്കിൽ എങ്ങനെ വന്നിട്ട് തേക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ അതെന്തോന്ന് തീരുമാനം പറയട്ടെ എന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു അത് അവർക്ക് അവരുടെ മുഖത്ത് തേക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അത് തേക്കാൻ പാടില്ല, അവരുടെ സമ്മതം ഇല്ലെങ്കിൽ മുഖത്ത് തേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ കൈത്തണ്ടയിൽ തന്നെ ചെറുതായിട്ട് സായി അത് ഈ കറുത്ത ചായ അങ്ങനെ തേച്ചു. അങ്ങനെ നിറയെ പേർക്ക് അങ്ങ് നന്നായിട്ട് അങ്ങ് മുഖത്തും നെറ്റിക്ക് ചെള്ളയ്ക്കും എല്ലാം അങ്ങ് അടിച്ചു കൊടുത്തു, പെയിൻ്റ് അടിക്കുന്ന മാതിരി. പിന്നെ സിബിനാണെങ്കിൽ സിബിൻ ഈ അഭിഷേക് ശ്രീകുമാറിനെ നോമിനേറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പം ലാസ്റ്റ് നോക്കുമ്പം ജിൻഡോയാണ് കോമണായിട്ട് അവിടെ നോമിനേറ്റ് ചെയ്തേക്കുന്നത്. അടുത്തത് വന്നിട്ട് കൂടുതൽ നോമിനേഷൻ ഇപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയേക്കുന്നത് അഭിഷേക് ശ്രീകുമാറിനാണ് വന്നുടൻ തന്നെ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്ക് പറഞ്ഞല്ലോ ഇൻഷലിൻ്റെ പേരിൽ, അതാണ് ഇപ്പോൾ മെയിൻ പ്രശ്നമായിരിക്കുന്നത്. ഇതിന് ശേഷം ഇത്തിരി ജാൻമണിയുടെ കാര്യത്തിൽ ഒരുപാട് പേര് ഈ പ്രാകുന്നതും പിന്നെ ഭയങ്കരമായിട്ട് വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞതും കാര്യങ്ങളും ഈ നോറയെ വെളിയിൽ വന്നിട്ട്
വന്നിട്ട് വെളിയിൽ വന്നിട്ട് വെച്ചേക്കാൻ നമ്മൾ സാധാരണ ആൾക്കാരോട് പറയുന്ന മാതിരി ഒരു കൂട്ടം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ആൾക്കാർക്കെല്ലാം നല്ല വിരോധമുണ്ട്, അത് ശരിയല്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഈ ബിസിനസ് ക്ലാസ് ഫ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ജാൻമണിക്കെതിരെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ നോമിനേഷൻ കൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ അപ്പോൾ ഈ ജാൻമണിക്ക് ഇതിലെല്ലാം ഭയങ്കര അമർഷമായിട്ടുണ്ട്. ഈ നോമിനേഷൻ പ്രക്രിയ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിനകത്ത് എല്ലാവരും വന്നല്ലോ, ബിഗ് ബോസ് വീട്ടിനകത്ത്. പിന്നെ ഈ റെസ്റ്റ് റൂം ഏരിയയിലേക്ക് പോയിട്ട് ഈ ജാൻമണിയാണ് ഈ വാഷ് ബേസിനിൽ നിന്ന് വെള്ളം മുഖത്തോട്ട് ഇങ്ങനെ കോരി അടിക്കുന്നു. അവരുടെ ചില ആൾക്കാർക്ക് ദേഷ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് പ്രകടിപ്പിക്കാമെന്നൊരു ഇതുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു ഉദാഹരണം. ഭയങ്കരമായിട്ട് മുഖത്തോട്ട് ഒരുപാട് സമയം വെള്ളം കോരി അടിക്കുന്നു. അപ്പോഴത്തേക്കിട്ട് പിന്നെ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായി ഇത് സാധാരണ ഒരു ഇതല്ല എന്ന് മനസ്സിലായി. പിന്നെ അവരൊക്കെ പോയി നിർത്ത് ജാൻമണി, മതി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റുന്നു. ഓരോ മനുഷ്യരുടെ ദേഷ്യങ്ങൾ എങ്ങനെ വന്ന് വെളിയിൽ കളയാം. നന്നായി, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് അവർക്കും പ്രശ്നമില്ല, മറ്റുള്ളവർക്കും പ്രശ്നമില്ലല്ലോ, അവരുടെ ദേഷ്യം കുറേ അടങ്ങുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു.